ഹലോ, PSC ട്രെയിനിങ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിറ്റാമിനുകളെ കുറിച്ചാണ് നോക്കുന്നത്. PSCയുടെ മിക്കവാറും എല്ലാ പരീക്ഷകളിലും ബയോളജിയിൽ ചോദിക്കുന്നൊരു ഭാഗമാണ് വിറ്റാമിൻ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ആകെ 13 വിറ്റാമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായി ഉള്ളത്. A, D, E, K എന്നീ പേരുകളിലുള്ള 5 ജീവകങ്ങളും ബി കോംപ്ലക്സിലെ 8 ജീവകങ്ങളും ചേർന്ന് 13 ജീവകങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായി ഉള്ളത്. അതുപോലെ തന്നെ ഈ ജീവകങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്: കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും. ജീവകം ADEK എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ജീവകം ബി കോംപ്ലക്സ്, C എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയും. അപ്പോൾ മൊത്തം 13 ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകളാണ് ഉള്ളത്. ADEK എന്നീ പേരുകളിലുള്ള 5 ജീവകങ്ങളും ബി കോംപ്ലക്സിലെ 8 ജീവകങ്ങളും ചേർന്ന് 13 ജീവകങ്ങൾ. അതുപോലെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ജീവകങ്ങളെ: കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും. ADEK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജീവകം ബി കോംപ്ലക്സും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നവയും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കാദ്യം വൈറ്റമിൻ ഡി നോക്കാം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ത്വക്കിൽ വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത്. വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ ആണ്. അപരനാമം എന്തൊക്കെയാണെന്ന് നോക്കാം. സൺഷൈൻ വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നിവയാണ് വൈറ്റമിൻ ഡിയുടെ അപരനാമങ്ങൾ. വൈറ്റമിൻ ഡിയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? സൺഷൈൻ വൈറ്റമിനും ആൻറ്റി റിക്കറ്റിക് വൈറ്റമിനും. വൈറ്റമിൻ ഡിയുടെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് മുട്ട, പാൽ, മത്സ്യം, സൂര്യപ്രകാശം എന്നിവയാണ്. വൈറ്റമിൻ ഡിയുടെ പ്രധാന ഉറവിടങ്ങളാണ് മുട്ട, പാൽ, മത്സ്യം, സൂര്യപ്രകാശം. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയുമാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങൾ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. ഒന്നുകൂടെ നോക്കാം. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ത്വക്കിൽ വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നു. വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ ആണ്. അപരനാമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൺഷൈൻ വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ. വൈറ്റമിൻ ഡിയുടെ ഉറവിടം മുട്ട, പാൽ, മത്സ്യം, സൂര്യപ്രകാശം എന്നിവയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. നമുക്ക് രണ്ടാമതായി വൈറ്റമിൻ എ നോക്കാം. വൈറ്റമിൻ എ കണ്ണുകളുടെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. കണ്ണുകളുടെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻ എ കണ്ണുകളുടെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ രാസനാമമാണ്. വൈറ്റമിൻ എയുടെ അപരനാമം ബ്രൈറ്റ് ഐ എന്നാണ്. അപ്പോൾ ബ്രൈറ്റ് ഐ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഉറവിടം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്കറികൾ, മീനെണ്ണ, മുട്ട, ക്യാരറ്റ്, മധുരക്കിഴങ്ങ്. ഇലക്കറികൾ, മീനെണ്ണ, മുട്ട, ക്യാരറ്റ്, മധുരക്കിഴങ്ങ് എന്നിവയാണ് വൈറ്റമിൻ എയുടെ ഉറവിടം. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. നിശാന്തതയും സിറോഫ്താൽമിയയുമാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. കണ്ണുകളുടെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. അപരനാമം ബ്രൈറ്റ് ഐ എന്നാണ്. അപ്പോൾ ബ്രൈറ്റ് ഐ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ ഉറവിടങ്ങളാണ് ഇലക്കറികൾ, മീനെണ്ണ, മുട്ട, ക്യാരറ്റ്, മധുരക്കിഴങ്ങ് എന്നിവ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. അടുത്ത വൈറ്റമിൻ നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3 ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B3. വൈറ്റമിൻ B3യുടെ രാസനാമം നിയാസിനാണ്. നിയാസിൻ എന്ന രാസനാമം വൈറ്റമിൻ B3യുടേതാണ്. വൈറ്റമിൻ B3യുടെ അപരനാമം നിക്കോട്ടിക് ആസിഡ് എന്നാണ്. നിക്കോട്ടിക് ആസിഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B3 എന്നത്. വൈറ്റമിൻ B3യുടെ ഉറവിടങ്ങളാണ് പയർ, നിലക്കടല, മത്സ്യം, മാംസം എന്നിവ. അപ്പോൾ പയറും നിലക്കടലയും മത്സ്യവും മാംസവുമാണ് വൈറ്റമിൻ B3യുടെ പ്രധാന ഉറവിടങ്ങൾ. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പെല്ലഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ് പെല്ലഗ്ര. അതുണ്ടാകുന്നത് വൈറ്റമിൻ B3യുടെ അപര്യാപ്തത കൊണ്ടാണ്. ഒന്നുകൂടെ നോക്കാം. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ് B3 നിർമ്മിക്കപ്പെടുന്നത്. B3യുടെ രാസനാമം നിയാസിൻ എന്നാണ്.
B3യുടെ അപരനാമമാണെങ്കിൽ നിക്കോട്ടിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ B3യുടെ അപരനാമം എന്ന് പറയുന്നത് നിക്കോട്ടിക് ആസിഡും രാസനാമം എന്ന് പറയുന്നത് നിയാസിനുമാണ്. വൈറ്റമിൻ B3യുടെ ഉറവിടം പയറും നിലക്കടലിലെയും മത്സ്യവും മാംസവുമാണ്. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത കൊണ്ടാണ് പെല്ലഗ്ര എന്ന രോഗമുണ്ടാകുന്നത്. പെല്ലഗ്ര എന്ന് പറയുന്നത് പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ K ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ K. അപ്പോൾ വൈറ്റമിൻ K രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ K ആണ്. കൂടുതലായിട്ട് നോക്കാം. വൈറ്റമിൻ Kയുടെ രാസനാമമാണ് ഫിലോക്വിനോൺ. ഫിലോക്വിനോൺ എന്ന രാസനാമമാണ് വൈറ്റമിൻ Kയുടേത്. വൈറ്റമിൻ Kയുടെ അപരനാമം എന്താണെന്ന് നോക്കാം. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ Kയുടെ അപരനാമം. വൈറ്റമിൻ Kയുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, സോയാബീൻ, മാംസം, ലെറ്റ്യൂസ്. തക്കാളിയും സോയാബീനും മാംസവും ലെറ്റ്യൂസുമാണ് വൈറ്റമിൻ Kയുടെ ഉറവിടങ്ങൾ. വൈറ്റമിൻ Kയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നത് വൈറ്റമിൻ Kയുടെ അപര്യാപ്തത കൊണ്ടാണ്. ഒന്നുകൂടെ നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ K. അപ്പോൾ വൈറ്റമിൻ K നമ്മളെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ Kയുടെ അപര്യാപ്തത രോഗം രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ്. വൈറ്റമിൻ Kയുടെ ഉറവിടങ്ങൾ തക്കാളി, സോയാബീൻ, മാംസം, ലെറ്റ്യൂസ് എന്നിവയാണ്. വൈറ്റമിൻ Kയുടെ അപരനാമം ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ K. ഫിലോക്വിനോൺ എന്നാണ് വൈറ്റമിൻ Kയുടെ രാസനാമം. ഫിലോക്വിനോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ K ആണ്. അടുത്തതായി നമുക്ക് വൈറ്റമിൻ B1 നോക്കാം. അരിയുടെ തവിടിൽ സമൃദ്ധമായുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B1. അരിയുടെ തവിടിൽ സമൃദ്ധമായുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1ൻ്റെ രാസനാമമാണ് തയാമിൻ. തയാമിൻ എന്ന രാസനാമം വൈറ്റമിൻ B1ൻ്റേതാണ്. അപ്പോൾ വൈറ്റമിൻ B1ൻ്റെ രാസനാമമാണ് തയാമിൻ. ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധാന്യങ്ങൾ, പയർ, ചീര, സൂര്യകാന്തി വിത്തുകൾ, പാൽ, ചുവന്ന മാംസം, കോളിഫ്ലവർ നട്ട്സ് എന്നിവയാണ് വൈറ്റമിൻ B1ൻ്റെ ഉറവിടങ്ങൾ. വൈറ്റമിൻ B1ൻ്റെ ഉറവിടങ്ങളാണ് ധാന്യങ്ങളും പയർ, ചീര, സൂര്യകാന്തി വിത്തുകൾ, പാൽ, ചുവന്ന മാംസം, കോളിഫ്ലവർ നട്ട്സ് എന്നിവ. അപര്യാപ്തത രോഗം എന്താണെന്ന് നോക്കാം. ബെറിബെറി. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ബെറിബെറി ആണ് വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്തത രോഗം. വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ബെറിബെറി ആണ്. അരിയുടെ തവിടിൽ സമൃദ്ധമായുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1 അരിയുടെ തവിടിലാണ് സമൃദ്ധമായിട്ടുള്ളത്. ധാന്യങ്ങൾ, പയർ, ചീര, സൂര്യകാന്തി വിത്തുകൾ, പാൽ, ചുവന്ന മാംസം, കോളിഫ്ലവർ നട്ട്സ് എന്നിവയാണ് വൈറ്റമിൻ B1ൻ്റെ ഉറവിടം. വൈറ്റമിൻ B1ൻ്റെ രാസനാമമാണ് തയാമിൻ. അപര്യാപ്തത രോഗം ബെറിബെറിയാണ്. അപ്പോൾ വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്തത രോഗം ബെറിബെറിയാണ്. അടുത്തതായി നമുക്ക് വൈറ്റമിൻ B9 നോക്കാം. ദഹനത്തിനും മാനസികാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നതാണ് ജീവകം B9. അപ്പോൾ ജീവകം B9 എന്ന് പറയുന്നത് ദഹനത്തിനും മാനസിക ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നതാണ്. ദഹനത്തിനും മാനസികാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ജീവകം B9 ആണ്. കൂടുതലായിട്ട് നോക്കാം. വൈറ്റമിൻ B9ൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. അപ്പോൾ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B9 ആണ്. അപ്പോൾ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B9 ആണ്. അപരനാമം ഫൊളാസിൻ ഫോളേറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് എന്ന് ഓർത്താൽ തന്നെ അപരനാമം ഓർക്കാൻ പറ്റും. ഫോളാസിനും ഫോളേറ്റും എല്ലാം എഫിലാണ് തുടങ്ങുന്നത്. വൈറ്റമിൻ B9 നമ്മൾ ഓർക്കാം. B9 ഒരു എഫ് തിരിച്ചിട്ട് പോലെയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഫോളിക് ആസിഡും കിട്ടും, അപരനാമങ്ങളായ ഫൊളാസിനും ഫോളേറ്റും കിട്ടും. വൈറ്റമിൻ B9ൻ്റെ ഉറവിടങ്ങളാണ് ചീര, ഈന്തപ്പഴം, ബീറ്റ്റൂട്ട്, അവക്കാഡോ, ഓറഞ്ച്, ഈന്തപ്പഴം എന്നിവ. വൈറ്റമിൻ B9ൻ്റെ ഉറവിടങ്ങൾ ചീര, ഈന്തപ്പഴം, ബീറ്റ്റൂട്ട്, അവക്കാഡോ, ഓറഞ്ച്, ഈന്തപ്പഴം എന്നിവയാണ്. വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമുക്കൊന്നുകൂടെ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. ദഹനത്തിനും മാനസികാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ജീവകമാണ് ജീവകം B9. ജീവകം B9ൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9ൻ്റെ അപരനാമങ്ങളാണ് ഫൊളാസിനും ഫോളേറ്റും. ഫൊളാസിൻ, ഫോളേറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9. ഉറവിടങ്ങളാണ് ചീര, ഈന്തപ്പഴം, ബീറ്റ്റൂട്ട്, അവക്കാഡോ, ഓറഞ്ച്, ഈന്തപ്പഴം. വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത രോഗമാണ്.
അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതായി നമ്മൾ വൈറ്റമിൻ സി ആണ് നോക്കാൻ പോകുന്നത്. വൈറ്റമിൻ സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് വൈറ്റമിൻ സി. അപ്പോൾ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം അല്ലെങ്കിൽ വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്നത്. വൈറ്റമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ജിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ഉറവിടങ്ങളാണ് പേരയ്ക്ക, തക്കാളി, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി എന്നിവ. പേരയ്ക്ക, തക്കാളി, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി എന്നിവയാണ് വൈറ്റമിൻ സിയുടെ ഉറവിടങ്ങൾ. അപര്യാപ്തത രോഗം സ്കർവിയാണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം സ്കർവിയാണ്. അപ്പോൾ സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം. ഒന്നുകൂടെ നോക്കാം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് വൈറ്റമിൻ സി. അപ്പോൾ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം സി ആണ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം സി ആണ്. വൈറ്റമിൻ സിയുടെ ഉറവിടങ്ങളാണ് പേരയ്ക്ക, തക്കാളി, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി എന്നിവ. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്നത്. അടുത്ത വൈറ്റമിൻ നമുക്ക് നോക്കാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. നോക്കാം. ആൽഫ, ബീറ്റ എന്നിങ്ങനെ 2 വകഭേദങ്ങളുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ആൽഫ, ബീറ്റ എന്നിങ്ങനെ 2 വകഭേദങ്ങളുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്ന രാസനാമം വൈറ്റമിൻ ഇയുടേതാണ്. വൈറ്റമിൻ ഇയുടെ അപരനാമങ്ങളാണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നിവ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ നാമങ്ങളാണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിനും ബ്യൂട്ടി വൈറ്റമിനും. വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത്തപ്പഴം, ഇലക്കറികൾ, സോയാബീൻ, മുട്ട, ആൽമണ്ട്. അപ്പോൾ ഏത്തപ്പഴം, ഇലക്കറികൾ, സോയാബീൻ, മുട്ട, ആൽമണ്ട് എന്നിവയാണ് വൈറ്റമിൻ ഇയുടെ ഉറവിടങ്ങൾ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. വന്ധ്യത വരാൻ കാരണം വൈറ്റമിൻ ഇയുടെ അപര്യാപ്തതയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ആൽഫ, ബീറ്റ എന്നിങ്ങനെ 2 വകഭേദങ്ങളുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. അപ്പോൾ ടോക്കോഫെറോൾ എന്നത് വൈറ്റമിൻ ഇയുടെ രാസനാമമാണ്. വൈറ്റമിൻ ഇയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നീ അപരനാമങ്ങളിലാണ് വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത്. വൈറ്റമിൻ ഇയുടെ ഉറവിടങ്ങളാണ് ഏത്തപ്പഴം, ഇലക്കറികൾ, സോയാബീൻ, മുട്ട, ആൽമണ്ട് എന്നിവ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം എന്താണ്? വന്ധ്യതയാണ്. വന്ധ്യത വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ്. അടുത്ത വൈറ്റമിൻ നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ B5 ആണ് നോക്കാൻ പോകുന്നത്. B5 മുട്ടയുടെ മഞ്ഞക്കുരു, സോയാബീൻ എന്നിവയാണ് ജീവകം B5ൻ്റെ പ്രധാന സ്രോതസ്സുകൾ. ജീവകം B5ൻ്റെ പ്രധാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? മുട്ടയുടെ മഞ്ഞക്കരുവും സോയാബീനും. പാൻറ്റോതെനിക് ആസിഡ് എന്നത് വൈറ്റമിൻ B5ൻ്റെ രാസനാമമാണ്. വൈറ്റമിൻ B5ൻ്റെ രാസനാമം പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ B5ൻ്റെ അപരനാമങ്ങളാണ് ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നത്. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B5. അപ്പോൾ വൈറ്റമിൻ B5 അറിയപ്പെടുന്നത് ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നാണ്. വൈറ്റമിൻ B5ൻ്റെ രാസനാമം പാൻറ്റോതെനിക് ആസിഡ് എന്ന്. ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാൽ, കരൾ, ഈസ്റ്റ്, ധാന്യങ്ങൾ, മാംസം, നിലക്കടല, കശുവണ്ടി, അവക്കാഡോ, ബ്രൗൺ റൈസ്, ബ്രൊക്കോളി എന്നിവയാണ് വൈറ്റമിൻ B5ൻ്റെ ഉറവിടങ്ങൾ. പാല്, കരൾ, ഈസ്റ്റ്, ധാന്യങ്ങൾ, മാംസം, നിലക്കടല, കശുവണ്ടി, അവക്കാഡോ, ബ്രൗൺ റൈസ്, ബ്രൊക്കോളി എന്നിവയാണ് വൈറ്റമിൻ B5ൻ്റെ പ്രധാന ഉറവിടങ്ങൾ. വൈറ്റമിൻ B5ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പാരസ്തീഷ്യ. പാരസ്തീഷ്യ എന്ന രോഗമുണ്ടാകുന്നത് വൈറ്റമിൻ B5ൻ്റെ അപര്യാപ്തത കൊണ്ടാണ്. പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. മുട്ടയുടെ മഞ്ഞക്കരു, സോയാബീൻ എന്നിവയാണ് B5ൻ്റെ പ്രധാന സ്രോതസ്സുകൾ. അപ്പോൾ മുട്ടയുടെ മഞ്ഞക്കരുവും സോയാബീനുമാണ് വൈറ്റമിൻ B5ൻ്റെ പ്രധാന സ്രോതസ്സുകൾ. അതല്ലാതെ നമുക്ക് പാൽ, കരൾ, ഈസ്റ്റ്, ധാന്യങ്ങൾ, മാംസം, നിലക്കടല, കശുവണ്ടി, അവക്കാഡോ, ബ്രൗൺ റൈസ്, ബ്രൊക്കോളി എന്നിവയിൽ നിന്നും B5 കിട്ടും. അതുപോലെ B5ൻ്റെ രാസനാമമാണ് പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡ് വൈറ്റമിൻ B5ൻ്റെ രാസനാമമാണ്. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B5 ആണ്. അപ്പോൾ ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B5 ആണ്. വൈറ്റമിൻ B5ൻ്റെ അപര്യാപ്തത രോഗമാണ് പാരസ്തീഷ്യ. പാരസ്തീഷ്യയാണ് വൈറ്റമിൻ B5ൻ്റെ അപര്യാപ്തത രോഗം. അടുത്തതായി നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ B2 ആണ്. അടുത്തത് വൈറ്റമിൻ B2.
ചുണ്ടിൽ വ്രണങ്ങളും നാവിലെ കുമിളകളും ജീവകം B2 അപര്യാപ്തത ലക്ഷണങ്ങളാണ്. വൈറ്റമിൻ B2 അപര്യാപ്തത ലക്ഷണങ്ങളാണ് ചുണ്ടിൽ വ്രണങ്ങളും നാവിലെ കുമിളകളും. കൂടുതലായിട്ട് നോക്കാം. വൈറ്റമിൻ B2 രാസനാമം റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ എന്ന രാസനാമം വൈറ്റമിൻ B2 വൈറ്റമിൻ B2 അപരനാമം വൈറ്റമിൻ G, ലാക്ടോഫ്ലാവിൻ, ഓവോഫ്ലാവിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ B2 ആണ്. അപ്പോൾ വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B2 ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയാൽ B2 ഈ 2 എന്ന് എഴുതുന്നതിൻ്റെ ഒരു തിരിച്ചെഴുതുന്ന പോലെയാണ് G എന്ന് അങ്ങ് വിചാരിക്കാം. Gയും 2ഉം ഏകദേശം ഒരു മിറർ ഇമേജ് പോലെയാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, വൈറ്റമിൻ B2 ആണ് വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ G വൈറ്റമിൻ B2 ആണ്. ലാക്ടോഫ്ലാവിൻ, ഓവോഫ്ലാവിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2 അപരനാമങ്ങളാണ് വൈറ്റമിൻ G, ലാക്ടോഫ്ലാവിൻ, ഓവോഫ്ലാവിൻ എന്നിവ. വൈറ്റമിൻ B2 ഉറവിടം ബ്രൊക്കോളി, ധാന്യങ്ങൾ, മുട്ട, സാൽമൺ, പാൽ, ചീര. അപ്പോൾ ബ്രൊക്കോളി, ധാന്യങ്ങൾ, മുട്ട, സാൽമൺ, പാൽ, ചീര എന്നിവയാണ് വൈറ്റമിൻ B2 ഉറവിടങ്ങൾ. വൈറ്റമിൻ B2 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് അരിബോഫ്ലാവിനോസിസ്, ആംഗ്ലോസ്റ്റോമാറ്റിസ് എന്നിവയാണ് വൈറ്റമിൻ B2 അപര്യാപ്തത രോഗങ്ങൾ. നമുക്കൊന്നുകൂടെ പോയിന്റ്സ് നോക്കാം. ചുണ്ടിൽ വ്രണങ്ങളും നാവിലെ കുമിളകളും ജീവകം B2 അപര്യാപ്തത ലക്ഷണങ്ങളാണ്. അപ്പോൾ ചുണ്ടിലെ വ്രണങ്ങളും നാവിലെ കുമിളകളും ജീവകം B2 അപര്യാപ്തത ലക്ഷണങ്ങളാണ്. ജീവകം B2 രാസനാമമാണ് റൈബോഫ്ലാവിൻ. ജീവകം B2 അപരനാമങ്ങളാണ് വൈറ്റമിൻ G, ലാക്ടോഫ്ലാവിൻ, ഓവോഫ്ലാവിൻ ഒക്കെ. അതുപോലെ വൈറ്റമിൻ B2 ഉറവിടം ബ്രൊക്കോളി, ധാന്യങ്ങൾ, മുട്ട, സാൽമൺ, പാൽ, ചീര എന്നിവയാണ്. വൈറ്റമിൻ B2 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് അരിബോഫ്ലാവിനോസിസ്, ആംഗ്ലോസ്റ്റോമാറ്റിസ് എന്നിവ. ജീവകം B12. നമുക്ക് അടുത്തതായി നോക്കാം. ജീവകം B12 ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിലെ മുഖ്യ രാസത്വരകമാണ് വൈറ്റമിൻ B12. അപ്പോൾ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിലെ മുഖ്യ രാസത്വരകം വൈറ്റമിൻ B12 ആണ്. കൂടുതലായിട്ട് നോക്കാം. വൈറ്റമിൻ B12 ആണ് സയനോകൊബാലമിൻ എന്നറിയപ്പെടുന്നത്. സയനോകൊബാലമിൻ എന്ന രാസനാമം വൈറ്റമിൻ B12 വൈറ്റമിൻ B12 അപരനാമമാണ് എനർജി വൈറ്റമിൻ. അപ്പോൾ എനർജി വൈറ്റമിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 ആണ് എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഉറവിടം പാൽ, മുട്ട, ചീസ്, മാംസം. അപ്പോൾ പാലിലും മുട്ടയും ചീസും മാംസവുമാണ് വൈറ്റമിൻ B12 ഉറവിടങ്ങൾ. അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെർനീഷ്യസ് അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവയാണ് വൈറ്റമിൻ B12 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. വൈറ്റമിൻ B12 അപര്യാപ്തത രോഗങ്ങളാണ് പെർനീഷ്യസ് അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ. പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിലെ മുഖ്യ രാസത്വരകം ആണ് വൈറ്റമിൻ B12. സയനോകൊബാലമിൻ എന്നതാണ് വൈറ്റമിൻ B12 രാസനാമം. എനർജി വൈറ്റമിൻ എന്നതാണ് വൈറ്റമിൻ B12 അപരനാമം. വൈറ്റമിൻ B12 അപരനാമമാണ് എനർജി വൈറ്റമിൻ. വൈറ്റമിൻ B12 ഉറവിടം പാൽ, മുട്ട, ചീസ്, മാംസം എന്നിവയാണ്. വൈറ്റമിൻ B12 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പെർനീഷ്യസ് അനീമിയയും മെഗലോബ്ലാസ്റ്റിക് അനീമിയയും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ B6 ആണ്. നമുക്ക് നോക്കാം. അൾട്രാ വയലറ്റിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിക്കപ്പെട്ടു പോകുന്ന വൈറ്റമിനാണ് B6. അപ്പോൾ വൈറ്റമിൻ B6 അൾട്രാ വയലറ്റിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിക്കപ്പെട്ടു പോകുന്ന വൈറ്റമിനാണ്. UV റേസിന് വൈറ്റമിൻ B6 വിഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ വൈറ്റമിൻ B6 രാസനാമമാണ് പിരിഡോക്സിൻ. പിരിഡോക്സിൻ എന്നത് വൈറ്റമിൻ B6 രാസനാമമാണ്. വൈറ്റമിൻ B6 ഉറവിടങ്ങളാണ് അവക്കാഡോ, ബീൻസ്, ചിക്കൻ, സൂര്യകാന്തി വിത്തുകൾ, എള്ള് എന്നിവ. അവക്കാഡോ, ബീൻസ്, ചിക്കൻ, സൂര്യകാന്തി വിത്തുകൾ, എള്ള് എന്നിവയൊക്കെയാണ് വൈറ്റമിൻ B6 ഉറവിടങ്ങൾ. വൈറ്റമിൻ B6 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയയും പെരിഫറൽ ന്യൂറോപ്പതിയും. അനീമിയയും പെരിഫറൽ ന്യൂറോപ്പതിയുമാണ് വൈറ്റമിൻ B6 അപര്യാപ്തത രോഗം. നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. അൾട്രാ വയലറ്റിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിക്കപ്പെട്ടു പോകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B6 രാസനാമമാണ് പിരിഡോക്സിൻ. അവക്കാഡോ, ബീൻസ്, ചിക്കൻ, സൂര്യകാന്തി വിത്തുകൾ, എള്ള് എന്നിവയാണ് വൈറ്റമിൻ B6 ഉറവിടങ്ങൾ. വൈറ്റമിൻ B6 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയയും പെരിഫറൽ ന്യൂറോപ്പതിയും. അനീമിയയും പെരിഫറൽ ന്യൂറോപ്പതിയും വൈറ്റമിൻ B6 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. നമുക്ക് അടുത്തതായിട്ട് വൈറ്റമിൻ B7 നോക്കാം. അപ്പോൾ വൈറ്റമിൻ B7
ക്രിസ്റ്റലീയ ഘടനയോട് കൂടിയ ജീവകമാണ് വൈറ്റമിൻ B7. അപ്പോൾ വൈറ്റമിൻ B7ൻ്റെ ഘടന ക്രിസ്റ്റലീയ ഘടനയാണ്. വൈറ്റമിൻ B7ൻ്റെ രാസനാമം ബയോട്ടിൻ. വൈറ്റമിൻ B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. വൈറ്റമിൻ B7ൻ്റെ അപരനാമം ജീവകം H. അപ്പോൾ ജീവകം H, വൈറ്റമിൻ H എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം B7 ആണ്. അപ്പോൾ ജീവകം B7 ആണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ B7ൻ്റെ ഉറവിടങ്ങളാണ് സോയാബീൻസ്, ഓറഞ്ച്, സ്ട്രോബെറി എന്നിവ. അപ്പോൾ സോയാബീൻസും ഓറഞ്ചും സ്ട്രോബെറിയുമാണ് വൈറ്റമിൻ B7ൻ്റെ ഉറവിടങ്ങൾ. വൈറ്റമിൻ B7ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഡെർമറ്റൈറ്റിസ്. ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത് വൈറ്റമിൻ B7ൻ്റെ അപര്യാപ്തത കൊണ്ടാണ്. പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. വൈറ്റമിൻ B7ന് ക്രിസ്റ്റലീയ ഘടനയാണ്. അപ്പോൾ ക്രിസ്റ്റലീയ ഘടനയോട് കൂടി ജീവകമാണ് വൈറ്റമിൻ B7. വൈറ്റമിൻ B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. വൈറ്റമിൻ B7ൻ്റെ രാസനാമം ബയോട്ടിൻ എന്നാണ്. ജീവകം H എന്നാണ് അപരനാമം. ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B7 എന്നത്. സോയാബീൻസ്, ഓറഞ്ച്, സ്ട്രോബെറി എന്നിവയാണ് വൈറ്റമിൻ B7ൻ്റെ ഉറവിടങ്ങൾ. അപ്പോൾ സോയാബീൻസ്, ഓറഞ്ചും സ്ട്രോബെറിയും ആണ് വൈറ്റമിൻ B7ൻ്റെ ഉറവിടങ്ങൾ. അപര്യാപ്തത രോഗം ഡെർമറ്റൈറ്റിസ് ആണ്. വൈറ്റമിൻ B7ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഡെർമറ്റൈറ്റിസ് എന്നത്. നമ്മളിതുവരെ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മളൊന്ന് നോക്കി. അപ്പോൾ നമുക്കിനി കുറച്ച് വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ശരീരകോശങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത കോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത രാസഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം എന്നത്. അപ്പോൾ വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം എന്താണ്? ശരീരകോശങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത കോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത രാസഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം. അപ്പോൾ വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരകോശങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതും പ്രകൃതിദത്തവുമായ രാസഘടകങ്ങളാണ് വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകങ്ങളുടെ എണ്ണം. ഉത്തരം 13 ആണ്. അപ്പോൾ 13 ജീവകങ്ങളാണ് നമുക്ക് മൊത്തമായിട്ട് ആവശ്യമുള്ള. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷികമായിട്ടുള്ള ജീവകങ്ങളുടെ എണ്ണം 13 ആണ്. അടുത്ത ചോദ്യം നോക്കാം. വൈറ്റമിനുകൾ കൂടുതലാകുന്നത് മൂലം ഉണ്ടാകുന്ന ശാരീരിക അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഉത്തരം ഹൈപ്പർ വൈറ്റമിനോസിസ്. ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നാണ് വൈറ്റമിനുകൾ കൂടുതലാകുന്നത് മൂലം ഉണ്ടാകുന്ന ശാരീരിക അവസ്ഥയ്ക്ക് പറയുന്ന പേര്. വൈറ്റമിനുകൾ നമുക്ക് ആവശ്യമാണ്, അത് കൂടിപ്പോയിട്ടുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. അടുത്ത ചോദ്യം, വൈറ്റമിൻ B കോംപ്ലക്സിലെ തയാമിൻ ജീവകം B1 ആദ്യമായി വേർതിരിച്ചെടുത്തത് ആരാണ്? ഉത്തരം കാസിമർ ഫങ്ക്. അപ്പോൾ കാസിമർ ഫങ്കാണ് വൈറ്റമിൻ B കോംപ്ലക്സിലെ തയാമിൻ അല്ലെങ്കിൽ ജീവകം B1 ആദ്യമായി വേർതിരിച്ചെടുത്തത്. അപ്പോൾ വൈറ്റമിൻ B കോംപ്ലക്സിലെ വൈറ്റമിൻ B1 വേർതിരിച്ചെടുത്തത് കാസിമർ ഫങ്കാണ്. വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? B കോംപ്ലക്സും സിയും. അപ്പോൾ B കോംപ്ലക്സും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ B കോംപ്ലക്സും വൈറ്റമിൻ സിയും. അടുത്ത ചോദ്യം നോക്കാം. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ. അപ്പോൾ കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12 കരളിലാണ് സംഭരിക്കുന്നത്. അടുത്ത ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം? അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. A, D, E, K എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. അടുത്ത ചോദ്യം, പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. ഉത്തരം കരോട്ടിനാണ്. കരോട്ടിനാണ് പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്നത്. പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്നത് കരോട്ടിനാണ്. അടുത്ത ചോദ്യം നോക്കാം. ശരീരത്തിൽ ഏതു വൈറ്റമിനായി മാറപ്പെടുന്നത് കൊണ്ടാണ് കരോട്ടിന് പ്രോ വൈറ്റമിൻ A എന്ന പേര് വന്നത്? ഉത്തരം ജീവകം A. കരോട്ടിൻ വൈറ്റമിൻ A ആയി മാറുന്നത് കൊണ്ടാണ് കരോട്ടിന് പ്രോ വൈറ്റമിൻ A എന്ന് പേര് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ A ആയി മാറുന്നത് കൊണ്ടാണ് കരോട്ടിന് പ്രോ വൈറ്റമിൻ A എന്ന പേര് വന്നത്. അടുത്ത ചോദ്യം, വൈറ്റമിൻ A സംഭരിക്കപ്പെടുന്ന ശരീരഭാഗം. ഉത്തരം കരളാണ്. അപ്പോൾ കരളിലാണ് വൈറ്റമിൻ A സംഭരിക്കപ്പെടുന്നത്. വൈറ്റമിൻ A അല്ലെങ്കിൽ ജീവകം A സംഭരിക്കുന്നത് കരളിലാണ്. അടുത്ത ചോദ്യം, നാഡികളുടെ പുറമേയുള്ള ആവരണമായ മൈലിൻ ഷീത്ത് നിർമ്മിക്കാനും അത് നശിക്കാതെ കാക്കാനും വേണ്ട ജീവകം. ഉത്തരം ജീവകം B12. ജീവകം B12 ആണ് നാഡികളുടെ പുറമേയുള്ള ആവരണമായ മൈലിൻ ഷീത്ത് നിർമ്മിക്കാനും അത് നശിക്കാതെ കാക്കാനും വേണ്ട ജീവകം. അപ്പോൾ മൈലിൻ ഷീത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം B12. അടുത്ത ചോദ്യം നോക്കാം.
കുടലിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം വൈറ്റമിൻ B12 ആണ്. അപ്പോൾ വൈറ്റമിൻ B12 നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്നതുമാണ്. കുടലിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം B12 എന്നത്. അടുത്ത ചോദ്യം, അന്നപഥത്തിൽ B12 ആഗിരണം ചെയ്യപ്പെടുന്നതിന് വേണ്ട ഘടകം? ഉത്തരം കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടർ. കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടറാണ് അന്നപഥത്തിൽ വൈറ്റമിൻ B12 ആഗിരണം ചെയ്യപ്പെടുന്നതിന് വേണ്ട ഘടകം. അന്നപഥത്തിൽ വൈറ്റമിൻ B12 ആഗിരണം ചെയ്യപ്പെടുന്നതിന് വേണ്ട ഘടകമാണ് കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടർ എന്നത്. അടുത്ത ചോദ്യം, സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ത്വക്കിൽ പതിക്കുമ്പോൾ ത്വക്കിനടിയിലുള്ള എർഗോസ്ട്രോൾ എന്ന കൊഴുപ്പ് ഏത് വൈറ്റമിനായാണ് രൂപാന്തരപ്പെടുന്നത്? ഉത്തരം വൈറ്റമിൻ D. അപ്പോൾ സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ത്വക്കിൽ പതിക്കുമ്പോൾ ത്വക്കിലുള്ള എർഗോസ്ട്രോൾ എന്ന കൊഴുപ്പ് വൈറ്റമിൻ D ആയിട്ടാണ് രൂപപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ D ആയിട്ട് മാറുന്ന കൊഴുപ്പാണ് എർഗോസ്ട്രോൾ എന്നത്. അപ്പോൾ എർഗോസ്ട്രോൾ വൈറ്റമിൻ D ആയിട്ട് സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ ത്വക്കിൽ പതിക്കുമ്പോൾ മാറുന്നു. അടുത്ത ചോദ്യം, വൈറ്റമിൻ D അധികമായാൽ ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥ? ഉത്തരം ഹൈപ്പർ കാൽസീമിയ. ഹൈപ്പർ കാൽസീമിയാണ് വൈറ്റമിൻ D അധികമായാൽ ഉണ്ടാകുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D അധികമായാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ കാൽസീമിയ എന്നത്. അടുത്തത്, വൈറ്റമിൻ K കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഹെൻറിക് ഡാം. ഹെൻറിക് ഡാം ആണ് വൈറ്റമിൻ K കണ്ടുപിടിച്ചത്. വൈറ്റമിൻ K കണ്ടുപിടിച്ചത് ഹെൻറിക് ഡാം. അടുത്ത ചോദ്യം, ഏത് വാക്കിൻ്റെ ആദ്യാക്ഷരമാണ് വൈറ്റമിൻ Kയിലെ K? വൈറ്റമിൻ Kയിലെ K എന്നത് കൊയാഗുലേഷനിലെ K ആണ്. കൊയാഗുലേഷൻ അതായത് കട്ട പിടിക്കൽ എന്ന ഇംഗ്ലീഷ് പദത്തിലെ K ആണ് വൈറ്റമിൻ Kയിലെ K. അപ്പോൾ ഇന്നത്തെ വൈറ്റമിൻസിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.